നബിവാക്യം. ജനങ്ങൾ ഒരു ദുർവൃത്തി കണ്ടിട്ട് അത് തടയാതിരുന്നാൽ അവരെ പൊതുവായി ബാധിക്കുന്ന ഒരു ദൈവിക ശിക്ഷ പിടികൂടുവാൻ സാധ്യതയുണ്ട്. ആളുകൾ അവർക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളട്ടെ, സമൂഹം എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ, അതൊന്നും നാം നോക്കേണ്ടതില്ല, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണെന്ന് സമൂഹത്തിൽ ഏറെയും. ലോകം ഇന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, അക്രമങ്ങൾ, അധർമ്മങ്ങൾ, അനീതികൾ മുതൽ പലതരം പുതിയ പുതിയ മാരക രോഗങ്ങൾ, ഭൂമിയുടെ താപവർധന, കടൽക്ഷോഭങ്ങൾ, വരൾച്ച തുടങ്ങിയവയൊക്കെ മനുഷ്യരുടെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. സമൂഹം തെറ്റിലേക്ക് നീങ്ങുമ്പോൾ അവരെ അതിൽ നിന്ന് തടയേണ്ടത് ധർമ്മബോധമുള്ള ഏതൊരാളുടെയും കടമയാണ്. ഇതിനുമേനി ആ കാര്യം ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ധാർമ്മിക പരിധികൾ പാലിക്കുന്നവരും അത് ലംഘിക്കുന്നവരും ഒരു കപ്പൽ യാത്രക്കാരെ പോലെയാണ്. അവരിൽ ഒരു വിഭാഗം മുകൾത്തട്ടിലും മറുവിഭാഗം താഴെത്തട്ടിലുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. താഴത്തുള്ളവർക്ക് വെള്ളമെടുക്കണമെങ്കിൽ മുകൾത്തട്ടിൽ കയറി വേണം വെള്ളമെടുക്കാൻ. ഇത് പ്രയാസകരമാണെന്ന് മനസ്സിലാക്കിയ ചിലർ പറഞ്ഞു, നമുക്ക് ഈ കപ്പലിൻ്റെ താഴെ ഒരു ദ്വാരമുണ്ടാക്കാം, അപ്പോൾ നമുക്ക് ഇഷ്ടാനുസാരം വെള്ളം ലഭിക്കുമല്ലോ. ഇതറിയുന്ന മുകൾത്തട്ടിലുള്ളവർ താഴെത്തട്ടിലുള്ളവരെ തടയുന്നില്ല എങ്കിൽ ഇരു കൂട്ടരും മുങ്ങി നശിച്ചത് തന്നെ.